നമ്മളെക്കുറിച്ച് പൊതുവെ ജനം പറയുന്ന ഒരു കാര്യമാണ്. ഗേറ്റ് മിനിസ്ട്രീസ് അവർ വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, ആ ഒരു ഉപദേശക്കാരാണ്. അവർ എന്തോ ദുരുപദേശം പഠിപ്പിക്കുന്നവരാണെന്ന് നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അതായത് വാദി പ്രതിയാകുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക. നമ്മൾ വേറൊരു യേശുവിനെ വേറൊരു ആത്മാവിൽ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പ്രോബ്ലമാണ് അപ്പസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷ വേളയിൽ തുടക്കം മുതൽ മരണം വരെ താൻ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ചലഞ്ച്. പോൾ അനുഭവിച്ചിരുന്ന ഒരേ ഒരു ചലഞ്ചേ ഉള്ളൂ. പോൾ അനുഭവിച്ചിരുന്ന ഒരേ ഒരു പ്രശ്നം, വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ, വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുന്നവർ, അല്ലെങ്കിൽ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നവർ. പോളിന് അടി കൊണ്ടത് പോളിനൊരു വിഷയമായിരുന്നില്ല. ഒന്ന് കുറേ 40 അടി ഞാൻ 5 പ്രാവശ്യം യഹൂദന്മാരാൽ കൊണ്ടു. അതോർത്ത് പോൾ ഒരിക്കലും വിഷമിച്ചിട്ടില്ല. മൃഗയുദ്ധം ചെയ്തിട്ടുണ്ട്, കോലിനാൽ അടി 3 വട്ടം കൊണ്ടിട്ടുണ്ട്, കപ്പൽ ഛേദം, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരിലുള്ള ആപത്ത്, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പൗലോസ് അപ്പോസ്തലൻ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പോൾ എപ്പോഴെങ്കിലും എനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും അതൊരു പ്രശ്നമായിട്ട് താൻ കണ്ടിട്ടില്ല. അതൊരിക്കലും തൻ്റെ പ്രശ്നമേ ആയിരുന്നില്ല. പ്രശ്നമെന്ന് പറയുന്നത് മുഴുവനും വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്, വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. തനിക്ക് ലോകത്തിൽ കഷ്ടമുണ്ടായപ്പോൾ പോൾ പറയുന്നത്, എനിക്ക് കഷ്ടങ്ങൾ വരുന്നത് നല്ലതിന് കാരണമായെന്ന്. അതായത് ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നല്ലതിന് കാരണമായെന്നുള്ള നിലയിലാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ എനിക്കത് സാരമില്ല. കാര്യം എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ തേജസ്സിന്റെ ഖനം, ആ സ്വർഗത്തിൽ നിത്യതയിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ ആ സന്നിധിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ചെന്ന് കഴിയുമ്പോൾ നാം ചെയ്ത എല്ലാ പ്രവർത്തികൾക്കും പ്രതിഫലം കിട്ടും. അതാ പോൾ പറയുന്നത്, ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളും സാരമില്ല, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, മനസ്സിലായ നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പൗലോസ് അപ്പോസ്തലന് ഒരിക്കൽ പോലും ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രോബ്ലം മുഴുവനും വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നു എന്നുള്ളത്. ജനം ഇത് അറിയാതെ പോകുന്നു. ഈ പ്രോബ്ലത്തെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് ആരംഭിച്ചെന്നറിയാമോ? അന്ത്യോക്യയിൽ ഇതായിരുന്നു പ്രോബ്ലം. അതായത് അവിടെ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന് പേര് വീണ് തുടങ്ങിയത്. അന്ത്യോക്യയിൽ തുടങ്ങിയത്. അവിടെ ഇതായിരുന്നു പ്രോബ്ലം. ഗലാത്യയിൽ താൻ ശുശ്രൂഷിച്ചു, അവിടെ ഇതായിരുന്നു പ്രോബ്ലം. അതിനുശേഷം തെസലോനിക്കയിൽ തനിക്ക് പ്രോബ്ലം, അതിനുശേഷം കൊരിന്തിൽ തനിക്ക് പ്രോബ്ലം, എഫെസോസിൽ പ്രോബ്ലം, കൊലോസിയയിൽ പ്രോബ്ലം. ഈ പ്രോബ്ലം മുഴുവനും വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളത്. അല്ല ആരെങ്കിലും എന്നെ അടിക്കാൻ വരുന്നെന്നോ അല്ലെങ്കിൽ തന്നെ കപ്പൽ ഛേദത്തിലാകപ്പെട്ടു, ഇതൊന്നും അദ്ദേഹത്തിന് വിഷയമേ ആയിരുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വലിയ വിഷയം പറഞ്ഞു വരിക നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാനായിട്ട്. ഇന്ന് നമ്മളെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അന്ന് ഗലാത്യയിൽ, അന്ത്യോക്യയിൽ ഈ പ്രോബ്ലം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യമായിട്ടൊന്ന് വായിക്കണം. ഈ ഗലാത്യയിൽ ഈ പ്രോബ്ലം ആരംഭിച്ചപ്പോൾ, അന്ത്യോക്യയിൽ ഈ പ്രോബ്ലം ആരംഭിച്ചപ്പോൾ ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്യണം? കാര്യം ഇതൊരു ഭയങ്കര വടവൃക്ഷം മാതിരി ഒരു വലിയ പ്രോബ്ലം ആകാൻ പോവുകയാണ്. ഈ പ്രോബ്ലം പോൾ മുന്നിൽ കാണുക, തൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ ഈ പ്രോബ്ലം തന്നെ പിന്തുടരുമെന്ന് തനിക്കറിയാം. അതുകൊണ്ട് പോൾ അവിടെ പറയുകയാണ്, ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്യണം? പ്രാർത്ഥിച്ച് താൻ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് ഇതിനൊരു നിരന്തരമായ ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് 12 അപ്പോസ്തലന്മാരെ പോയി കണ്ട് പറഞ്ഞ് ഇതവിടെ സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് പോവുക. അതിനു വേണ്ടിയിട്ട് ബർന്നബാസിനെ കൂട്ടുക, അതിനു വേണ്ടിയിട്ട് ജാതിയായിരുന്ന പരിച്ഛേദന ഏൽക്കാത്ത തീത്തോസിനെ കൂടെ കൂട്ടിയിട്ട് 14 വർഷം കഴിഞ്ഞിട്ട്, 14 വർഷമായി അവിടെ പോയിട്ട്, ആ 14 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് യെരുശലേമിലേക്ക് പോവുക. ആ യെരുശലേമിലേക്ക് പോകുന്നത് എന്തിനാ? ഭയങ്കര ഒരു താല്പര്യത്തോടു കൂടിയാ പോകുന്നത്. എന്താ താല്പര്യം എന്നറിയാമോ? ഈ പ്രശ്നം പറഞ്ഞ് തീർക്കണം. ഇത് മേലാൽ പൊങ്ങരുത്, ഇത് മേലാൽ ഈ പ്രശ്നം ഇനി തല പൊക്കരുത്, ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം. ആ ഒരു പ്രോബ്ലം എന്നേക്കുമായിട്ട് ഫിക്സ് ചെയ്യണം. അതായിരുന്നു തൻ്റെ ആഗ്രഹം. ഇപ്പൊ വായിച്ചു കേട്ടില്ലേ, 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസിനെ കൂട്ടിക്കൊണ്ട് തീത്തോസിനോടൊപ്പം യെരുശലേമിലേക്ക് പോവുക, മൂപ്പന്മാരുടെ ഇടയിൽ പോവുക, മൂപ്പന്മാരുടെ അടുക്കലേക്ക്. എന്തിനാ പോയെന്നറിയാമോ? 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാനൊരു വെളിപ്പാട് അനുസരിച്ചാ പോയത്. മനസ്സിലായോ? ദൈവം എന്നോട് സംസാരിച്ചതിന് അനുസരിച്ച്
ഒരു വെളിപ്പാടിൻ പ്രകാരം ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. 14 വർഷമായിട്ട് ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അപ്പോസ്തലന്മാരുടെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതൊന്നും അല്ല ഞാനിവിടെ ശുശ്രൂഷിക്കുന്നത്. ഒരു വെളിപ്പാട് അനുസരിച്ച് ദൈവവചനം കേട്ടതിൻ പ്രകാരം ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് മൂപ്പന്മാരോട് അവരോട് ഒരു കാര്യം പറയാനായിട്ട് പോവുകയാണ്. എന്തിനാ അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓടിയതും ഓടുന്നതും വെറുതെ ആയി പോകാതിരിക്കാൻ. ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞ് ഗലാത്യ സഭകളിൽ പ്രസംഗിക്കുക. ഗലാത്യ എന്ന് പറയുന്നൊരു ഭയങ്കര ഏറിയ, ഗലേഷ്യൻസ് എന്ന് പറയുന്നൊരു വലിയ ഏറിയ, അവിടെ തന്നെ അന്ത്യോക്യ എന്ന് പറയുന്നൊരു സ്ഥലം, അത് കഴിഞ്ഞിട്ട് ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലം, പിന്നെ ഇക്കോന്യ, പിന്നെ ഡെർബ, ഇതെല്ലാം ഭയങ്കര സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം അനേക സഭകളുണ്ട്. ഞാൻ ഓടി നടന്ന് ഓരോ വീടാന്തരം കയറി ഇറങ്ങി യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക എന്ന് പറയുന്ന ഇതാ. അത് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകാതിരിക്കുവാൻ ഇവിടെ നിന്നും ബർന്നബാസിനെ കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോവുക. വലിയ പ്രതീക്ഷയോടാണ് പോകുന്നത്. കാര്യം അവരുടെ ഇടയിൽ നിന്ന് ആൾക്കാർ വന്ന് ഈ തെറ്റിട്ടുണ്ടാക്കുന്നത് മുഴുവനും അവിടെ നിന്നുമാണ് ഇവിടെ വന്നിട്ട് ഈ കിങ്ഡം ഗോസ്പൽ പ്രസംഗിക്കുന്നത്. അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന ഉപദേശിമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പെർമനന്റ് ആയിട്ട്, അത് നിരന്തരമായിട്ട് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പോയി അവരെ വിളിച്ചു കൂട്ടി അവരുമായിട്ടൊരു മീറ്റിംഗ് കൂടണം. അതിനുവേണ്ടി പൗലോസ് അപ്പോസ്തലൻ അവരുടെ ഇടയിൽ പോയി യെരുശലേമിൽ കൂടുന്ന ആ ഒരു മീറ്റിംഗ് ആണ് ജെറുസലേം കൗൺസിൽ എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കിങ്ഡം ഗോസ്പൽ പ്രസംഗിക്കുന്നവര് ജാതികളുടെ ഇടയിൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന ആ സ്ഥലത്ത് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ അവിടെ വന്ന് പ്രസംഗിക്കാൻ ഇടയാകരുത്, അവരെ തെറ്റിച്ച് കളയുവാനായിട്ട് ഇടയാകരുത്. അതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ കണ്ടില്ലയോ ആരാ വന്നതെന്ന് നോക്കിയേ, ഇവിടെ എല്ലാം വന്ന് ഇവരെ ഭ്രമിപ്പിച്ചത് ആരാന്ന് നോക്കിയേ. ഉപദേശന്മാരോടല്ല നമ്മുടെ സഭയിലെ ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവരൊക്കെ ജുഡായിസ്റ്റുകളാണ്, ജുഡായിസമാണ് അവർ പ്രസംഗിച്ചത്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ഒരു ജുഡായിസവും അല്ല പ്രസംഗിക്കുന്നത്. ഇവിടെ പ്രസംഗിക്കുന്ന കിങ്ഡം ഗോസ്പലാണ്. മനസ്സിലായോ? അവിടെ 12 അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ഞങ്ങളുടെ ഇടയിൽ നിന്നും ചിലർ വന്ന് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള ക്രമീകരണമാണ് അവർ ആ എഴുത്തെഴുതി കൊടുത്തു വിടുന്നത്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെരുശലേമിലെ 12 അപ്പോസ്തലന്മാർ നയിക്കുന്ന സഭകളിൽ നിന്നും അവർ പഠിപ്പിക്കുന്ന ആ കിങ്ഡം ഗോസ്പൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം എന്ന് പറയുന്ന അവരുടെ ഇടയിൽ നിന്നുമാണ് ജനം മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് ഈ പോൾ ചെയ്യുന്ന ശുശ്രൂഷ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കൃപയാലൊക്കെയാണ് രക്ഷ എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നുമല്ല. 10 കൽപ്പന അനുസരിക്കണം, പരിച്ഛേദന ചെയ്യണം, അതുപോലെ തന്നെ ഈ പറയുന്ന മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് അവരോട് പറയുക. മനസ്സിലായോ? അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 15-ൽ ഈ മീറ്റിംഗ് കൂടുന്നതും ഈ ഒരു തീരുമാനം എടുക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് വേറൊരു സുവിശേഷം പ്രസംഗിക്കുക. ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുവാൻ, അത് ഒരിക്കലും ഇനിയും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൗൺസിൽ താൻ കൂടി ആ ഒരു തീരുമാനമെടുത്ത് അതിനെ എഴുത്തൊക്കെ എഴുതി എല്ലായിടത്തും പോയി വായിക്കാനായിട്ട് ഇവരുടെ ഒരു അപ്രൂവലൊക്കെ വാങ്ങി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സുവിശേഷം അറിയിക്കുന്നത് ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്. പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ച് കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിച്ച് ഈ ഒരു സുവിശേഷം ലോകത്തെ അറിയിക്കുക. അപ്പോൾ ഇതിലെ രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടവും പദ്ധതിയുമാണ്. ആ പദ്ധതി ജനം അറിയാതിരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാ? സാത്താന. ഈ വിഷയം സാത്താനാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇവരിൽ കൂടി ഈ ദേശത്തൊക്കെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഇവിടെ ഒരു കൗൺസിൽ ഇപ്പൊ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കി ഒരു എഴുത്തൊക്കെ എഴുതി അതിനൊരു പരിഹാരം കണ്ടിരിക്കുന്നത്. സാത്താൻ ഓൾറെഡി ഒരു അബദ്ധം പറ്റിയിട്ടിരിക്കുക. അവൻ അടുത്ത ഒരു അബദ്ധം കൂടെ പറ്റാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ നമ്മുടെ കൂട്ടല്ല. അവൻ കാലെ കൂട്ടി കണക്ക് കൂട്ടി ചെയ്ത ഒരു പദ്ധതിയാണ് കർത്താവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത്. അവന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപജയം. അതോടുകൂടി അവന്റെ തലയിൽ ആണി അടിച്ചതുപോലെ അവനെ പരസ്യ കാഴ്ചയാക്കി, അവനെ ആയുധവർഗം വെപ്പിച്ച് അവന്റെ തലയെ തകർക്കുന്ന ഒരു ഭയങ്കര സംഭവമാണ് അവൻ അറിയാതെ ചെയ്തു പോയത്. അങ്ങനെ ഒരു ഭയങ്കര പരാജയം പറ്റിയിരിക്കുന്ന സാത്താൻ
അടുത്ത ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങുവാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും വളരെ ഉറപ്പോടെ, വളരെ വളരെ നിശ്ചയത്തോടു കൂടിയാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവൻ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാ ജനം ഈ ക്രൂശിലൂടെയുള്ള രക്ഷയെ അറിയരുതെന്നുള്ളത്. അതിനെതിരായിട്ട് ഇവിടെ ഇപ്പൊ കൗൺസിൽ കൂടിയിരിക്കുക. ആ പ്രശ്നം ഉണ്ടാകാതിരിക്കുവാൻ കൗൺസിലിൽ 12 പേര് ചേർന്ന് എഴുത്തെഴുതി ഒപ്പിട്ട് എല്ലാ ചർച്ചിലും പോയി വായിച്ചു, ഇനി ഇത് ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിരിക്കുക. സാത്താൻ ആ പരിഹാരം അങ്ങനെ അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഒരു കൗൺസിൽ കൂടിയെടുത്ത് അതിൻ്റെ കൗൺസിലായിട്ട് അവൻ 7 കൗൺസിലുകൾ കൂടി. എന്നാൽ ഈ ഒരു കൗൺസിൽ കൂടിയെടുത്ത തീരുമാനത്തെ മറിക്കാനായിട്ട് അവൻ 7 കൗൺസിലുകൾ കൂടിയിട്ട് അവൻ്റെ തീരുമാനത്തെ ഉറപ്പിച്ച് ഇന്ന് നാം കാണുന്ന രീതിയിൽ ഈ ക്രിസ്ത്യാനിറ്റിയെ ഈ നിലയിൽ വളർത്തിയെടുത്തിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു പ്രശ്നം അവരവിടുന്ന് എഴുത്തുകളൊക്കെ എഴുതി കിട്ടി, ഈ താൻ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചുവെങ്കിലും ആ ഒരു പ്രോബ്ലം അവിടെ വെച്ച് ഫിക്സ് ആയില്ല. ആ പ്രോബ്ലം അങ്ങനെ കിടന്നിരുന്നു. ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ്, ഒരളവിന് അത് ഹെൽപ്പ് ചെയ്തുവെങ്കിലും അതിനുശേഷവും ഈ പ്രശ്നം തലപൊക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പോൾ ഗലാത്യയിലൊക്കെ അവരോട് പറയുന്നത്, ഗലാത്യയിലൊക്കെ ലേഖനം എഴുതുമ്പോൾ ഗലാത്യയിലെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ല തുടങ്ങുന്നത്. ആ ലേഖനമൊക്കെ തുടങ്ങുന്നത് സ്ട്രെയിറ്റ് അവരെ എന്താ പറയുന്നത്, ശകാരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുക, ഞങ്ങൾ അറിയിച്ചതല്ലാതെ വേറൊരു സുവിശേഷം നിങ്ങളെ ആരെങ്കിലും അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ കാര്യങ്ങൾ പറയുന്നത്? വേറൊരു സുവിശേഷം ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെന്നല്ല, ഞങ്ങളെന്നല്ല, ഇനി ഞങ്ങളുടെ കൂടെ നടക്കുന്നവരാരെങ്കിലും വന്ന് പറഞ്ഞാലും ശരി, അത് ഇനി അത് പോയിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, കാര്യം ആ കാലങ്ങളിലൊക്കെ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ച് സുവിശേഷം അറിയിക്കുമായിരുന്നു. യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചു എന്നുള്ള സുവിശേഷം അറിയിച്ചത് ആരാ? ദൂതനാ. കാലിത്തൊഴുത്തിൽ ലോകത്തിന്റെ പ്രഭു ജനിച്ചിരിക്കുന്നുവെന്ന് ആട്ടിടയന്മാരോട് ആദ്യം അറിയിക്കുന്നത് ദൂതനാ. മനസ്സിലായ? ഗബ്രിയേൽ ദൂതനെ അയച്ച് ഒത്തിരി അടുത്ത് സുവിശേഷം അറിയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട്. പത്രോസിന്റെ അടുക്കലൊക്കെ ജയിലിൽ ഇറങ്ങി വന്ന് പത്രോസിനെയൊക്കെ ജയിലിൽ തുറന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് വെളിയിൽ ഇറക്കി വിടുക. ദൂതന്റെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് സമയം, പഴയ നിയമ കാലഘട്ടം. ദാനിയേലിന്റെ അടുക്കലൊക്കെ ഗബ്രിയേൽ ഇറങ്ങി വന്നിരിക്കുക. വന്നിട്ട് ദാനിയേലിനോട് 1 by 1 ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്താ നടക്കാൻ പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു ദൂതൻ ഇനി വന്ന് പറഞ്ഞാൽ പോലും ആ ദൂതൻ ശപിക്കപ്പെട്ടവനാണ് പറയുന്നത്. അതുപോലത്തെ ഒരു കൺഫർമേഷനാ പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തു തനിക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഭയങ്കര സുവിശേഷമാണ്, ഒരു ഭയങ്കര നിയോഗമാണ്. അതാ പോൾ പറയുന്നത്, ഞങ്ങൾ ഈ അറിയിച്ചതല്ലാതെ. വേറൊരു സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങൾ അതിലേക്ക് മറിയുന്നത് കണ്ടിട്ട് ഞാൻ ആശ്ചര്യപ്പെടുക. നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കാര്യം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്? അതുപോലത്തെ ഒരു ഉറപ്പുള്ള ഒരു സുവിശേഷമാണ് ഇതിനകത്തിൽ മായം കയറ്റാൻ ഇടയാകല്ല. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ യെരുശലേമിൽ പോയിട്ട് അവരോട് ചേർന്ന് ആ കൗൺസിൽ കൂടുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ അവരോട് ചോദിക്കുക, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക, അത്ര ഞാൻ സ്കെച്ച് ചെയ്ത് കാണിച്ചിരിക്കുക, എന്താണ് ആക്ച്വലി നടന്നിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കതാര്. എന്താ ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ എന്താന്ന്? ക്ഷുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമോ? കറക്റ്റ് വാക്കാ അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷുദ്രം, നമുക്ക് ആരെങ്കിലും ക്ഷുദ്രം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്തുവാ? നമ്മളിങ്ങനെ സിംപ്ലനായിട്ടൊക്കെ ഇരിക്കും, പക്ഷെ ആകെ മുഴുവൻ ക്ഷുദ്രമായിരിക്കുകയാണ്. മനസ്സിലായി? ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം ഇളകും. മനസ്സിലായോ? ക്ഷുദ്രത്തിൽ മുങ്ങിയിരിക്കുക, നമ്മളെ കംപ്ലീറ്റ് ആളിനെ തെറ്റിച്ച് കളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു ക്ഷുദ്രത്തിൽ മുക്കിയിരിക്കുക. ഏത് ക്ഷുദ്രത്തിന്റെ കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? എന്ത് ക്ഷുദ്രമാണ് പൗലോസ് അപ്പോസ്തലനെ? എന്താണ് ഇവിടെ നടന്നത്? താങ്കൾ ഈ ക്ഷുദ്രം എന്ന് പറയുന്നത് എന്ത് ക്ഷുദ്രമാണ്? നിങ്ങൾക്കറിയാമോ? നിങ്ങളത് വായിച്ചു നോക്കുന്നുണ്ട് എന്താ ക്ഷുദ്രമെന്ന്. ഈ സുവിശേഷം അന്ന് വരെ മോശ പ്രസംഗിച്ചിരുന്ന, മോശ കൊടുത്തിരുന്ന ന്യായപ്രമാണം അല്ലെങ്കിൽ പരിച്ഛേദനയിലൂടെ, പൗരോഹിത്യത്തിലൂടെ, പഴയ നിയമത്തിലെ പ്രമാണങ്ങളിലൂടെ ഉള്ള രക്ഷയാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ ക്ഷുദ്രമെന്ന് പറയുന്നത്. അതാണ് അവരിവിടെ വന്ന് പ്രസംഗിച്ചത്. നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് കൊലപാതകമാണോ? അത് വ്യഭിചാരമാണോ? അല്ലല്ലോ. മോശയുടെ ന്യായപ്രമാണം ഫോളോ ചെയ്യണമെന്നല്ല പറഞ്ഞുള്ളൂ. അതിന് എന്തിനാ ഈ ക്ഷുദ്രം എന്ന് പറയുന്നത്?
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത് ഈ കാലഘട്ടത്തിൽ പ്രസംഗിച്ചാൽ അത് ക്ഷുദ്രമായി പോകും. നിങ്ങളെ ആ ക്ഷുദ്രത്തിലാണ് മുക്കുന്നത്. ഇന്ന് ആ ക്ഷുദ്രത്തിലാണ് ക്രിസ്ത്യാനിറ്റി മുങ്ങിപ്പോയിരിക്കുന്നത്. ആ ക്ഷുദ്രം ഇന്ന് നമ്മളിന്ന് അകപ്പെട്ടു പോയി. നമ്മൾ സത്യം എന്താണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ അതിൽ മുങ്ങിപ്പോയിരിക്കുക. വാദി പ്രതിയാകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോയിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇത് അവിടെ വെച്ച് തീർന്നുവെന്നാണ് പോൾ വിചാരിച്ചത്, പോൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇത് സാത്താനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ആ പ്രോബ്ലം തീരുന്നില്ല. താൻ പോകുന്നിടത്തെല്ലാം ഫേസ് ചെയ്ത പ്രോബ്ലം ഇതാ. ഇത് കഴിഞ്ഞിട്ട് താൻ തെസലോനിക്കയിൽ ചെന്നപ്പോഴും അവിടെ ഇതാ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൊരിന്തിൽ ചെല്ലുക. കൊരിന്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ തന്നെയാണ് ഇവരന്ന് 4 ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുക. ഒന്ന് കേഫാവിൻ്റെ ഗ്രൂപ്പുകാർ, ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ ഗ്രൂപ്പുകാർ, ഒന്ന് അപ്പല്ലോസിൻ്റെ ഗ്രൂപ്പുകാർ, ഒന്ന് പൗലോസിൻ്റെ ഗ്രൂപ്പുകാർ. അവരെന്താ പ്രസംഗിക്കുന്നത്? അവർ വേറൊരു സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഇതാ പോൾ ആ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ വേറൊരു യേശുവിനെ, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവിനെ നിങ്ങൾ പ്രസംഗിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പൗലോസ് അപ്പോസ്തലനെ കർത്താവായ യേശു ക്രിസ്തു കൊരിന്തിലേക്ക് അയച്ചിരിക്കുക? മനസ്സിലാകുന്നുണ്ടോ മാമേ? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി മാത്രം അറിയുന്നവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പോൾ അവിടെ എത്തിയിരിക്കുക. യേശു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശ് എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്. ലെസ്റ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്റ്റ്. കർത്താവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് കർത്താവിൻ്റെ ആ ക്രൂശ് പ്രസംഗിക്കുവാനായിട്ട് പോൾ അവിടെ എത്തിയിരിക്കുക. ഞങ്ങൾ ഈ പറയുന്ന സുവിശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര മനസ്സിലാകാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോൾ അവിടെ പ്രസംഗിക്കുക. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായിരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അവിടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ട്രഡീഷണൽ ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല. ഇന്ന് നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക്, മറ്റുള്ള ഡിനോമിനേഷണൽ ചർച്ചുകൾക്ക് ഇത് മനസ്സിലാകാതിരിക്കുന്ന പോലെ തന്നെ പോൾ അവിടെ പ്രസംഗിക്കുമ്പോഴും അവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്ന് അവരെല്ലാവരും പോളിനെതിരായിട്ട് തിരിഞ്ഞു. അന്ന് കർത്താവ് പോളിൻ്റെ അടുക്കൽ രാത്രിയിൽ ദർശനത്തിൽ ഇറങ്ങി വരിക. പൗലോസിനോട് പറയുക, പൗലോസ് നീ മിണ്ടാതിരിക്കരുത്, നീ പ്രസംഗിക്കുക. ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനങ്ങളുണ്ട്, അനേക ആയിരങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കരുത്, നീ പ്രസംഗിക്കുക. അവരാരും നിന്നെ കൈയേറ്റം ചെയ്ത് ഉപദ്രവിക്കത്തില്ല. ഇനി ഉപദ്രവിച്ചാലും അത് പൗലിനൊരു പ്രശ്നമല്ല. ഏകദേശം അതിനുശേഷം 2.5 വർഷത്തോളം അവിടെ താമസിച്ച് അവിടെ ശുശ്രൂഷിക്കുക. മനസ്സിലായോ? അങ്ങനെ പൗലോസ് അപ്പോസ്തലനെ കൈക്ക് പിടിച്ച് കർത്താവ് നടത്തുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങ് മക്കദോനിയിൽ നിന്ന് തുടങ്ങിയതാണ്. അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തെ 2ാമത്തെ മിഷണറി യാത്ര തുടങ്ങി കൊരിന്തിൽ അന്ത്യോക്യയിൽ എത്തിയപ്പോഴേ പറഞ്ഞത് ആസിയയിൽ കയറണ്ട, ആ ആസിയക്ക് വെളിയിൽ കൂടി ത്രോവാസിലെത്തുക. ത്രോവാസിൽ നിന്നും ഫിലിപ്പിയിലും തെസ്സലോനിക്കയിലും അതുവഴി അങ്ങനെ ഇവിടെ വന്നിരിക്കുക. ഓരോ സ്ഥലത്തും കർത്താവ് കൈക്ക് പിടിച്ച് നടക്കുക. അവിടെ കയറില്ല, ഇവിടെ പോകല്ല, ഇവിടെ പ്രസംഗിക്കേണ്ട, അവരെക്കാട്ടിൽ ഈ സ്ഥലത്ത് പോകണം. അങ്ങനെ കർത്താവ് കൈക്ക് പിടിച്ച് കൊണ്ട് നടക്കുക. ഇവിടെ വന്ന് പ്രസംഗിക്കുക. അപ്പം ഇവിടെ വന്ന് പോലുള്ള കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പിനെ കർത്താവ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്ന്? വേറൊരു ഗ്രൂപ്പ്, യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ തുടങ്ങിയിരിക്കുക. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ഇന്ന് ഈ സത്യം പ്രസംഗിക്കാൻ നമുക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർ പറയുന്നത് കേഫാവ് പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അതായത് പത്രോസ് പറഞ്ഞാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പത്രോസിനെ പോലെ തന്നെ ഒരാളെ വലുതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, വാഴിച്ച് പത്രോസിൻ്റെ സ്ഥാനത്ത് ഒരാളെ അവരോധിച്ചിരിക്കുകയാണ്. അതിനുശേഷം ബസ്ലിക്കകളും കത്തീഡ്രലുകളും അതിൻ്റെതായിട്ടുള്ള ആരാധനാ രീതികളും ഒക്കെ ആയിട്ട് അന്ന് അവരൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞതേ ഉള്ളൂ. ഇന്ന് ആ ഗ്രൂപ്പ് അങ്ങ് ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അതിനൊരു തലവൻ, മാർപ്പാപ്പ ഒരു തലവനും ഒക്കെ ആയിട്ട് അവരുടെ ബസ്ലിക്കയും അവരുടെ കത്തീഡ്രലുകളും അവരുടെ പ്രസ്ഥാനങ്ങളും അവരുടെ സുവിശേഷവും അവരുടെ കംപ്ലീറ്റ് ആരാധനാക്രമങ്ങളും രീതികളും ഒക്കെ എഴുതിയുണ്ടാക്കി അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുക. അന്ന് പോളിൻ്റെ അടുക്കൽ ഇത് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ കേഫാവിൻ്റെ ഗ്രൂപ്പുകാരാണെന്ന്. ഇന്ന് ആ കേഫാവിൻ്റെ ഗ്രൂപ്പുകാരങ്ങ് ഉറപ്പിച്ചിരിക്കുക. അവർക്കൊരു അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് തീർത്ത് അവരങ്ങ് ഉറപ്പിച്ചിരിക്കുക. മനസ്സിലായോ? അന്ന് 4 ഗ്രൂപ്പുകാരുണ്ടായിരുന്നതിനെ പൗലോസ് അപ്പോസ്തലൻ എത്രമാത്രം പേടിച്ചോ അതിനെ 10,000 ടൈംസ് ഗുണിച്ചാൽ എന്താകുമോ അത്രയും വഷളായിരിക്കായിരുന്നു. അവരെ നോക്കിയിട്ട് അപ്പോൾ പറയുന്നത് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് പോൾ എത്രമാത്രം ഭയപ്പെട്ടോ അതിനെ 10,000 ടൈംസ്, 10,000 കൊണ്ട് ഗുണിച്ചാൽ എത്രയും ആകുമോ അത്രയും ഇന്ന് വഷളായിരിക്കുക.
പോളിന്റെ കാലത്ത് 4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ഇന്ന് 40,000-ന് മേലെ ഗ്രൂപ്പുകളായിരിക്കുക. ഇവരെല്ലാവരും പ്രസംഗിക്കുന്ന വേറൊരു യേശുവിനെയാ. ഇവർ പ്രസംഗിക്കുന്ന വേറൊരു സുവിശേഷത്തെയാ. ഇതിനെ ഫിക്സ് ചെയ്യാനാ പോൾ യെരുശലേമിൽ ആ കൗൺസിൽ കൂടിയത്. പൗലോസ് അപ്പോസ്തലനോട് പറയാണ്, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാര്. അന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇന്ന് കേഫാവിന്റെ പക്ഷക്കാര് നമുക്കറിയാം. കോടിക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് കേഫാവിന്റെ പക്ഷക്കാര്. അതിൽ ടോപ്പ് ടു ബോട്ടം എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച് അവര് സിംഹാസനവും അരമനയും എന്താ പറയുന്നത് എല്ലാ സംഗതികളും അവര് അവര് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പണ്ട് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ഇന്ന ഗ്രൂപ്പുകാരാണ്. ഇന്ന് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാന്ന്. വേറൊരു ഗ്രൂപ്പാണ് യേശു ക്രിസ്തുവിന്റെ ഗ്രൂപ്പുകാരെന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവിന്റെ ഗ്രൂപ്പുകാരെന്ന് പറയുന്നവരാണ് ഈ മാനസാന്തരം, അത് കഴിയുമ്പോഴത്തേനും പിന്നെ ജലത്തിലെ സ്നാനം, അത് കഴിഞ്ഞ് പിന്നെ കാത്തിരിപ്പ്, അത് കഴിഞ്ഞ് പിന്നെ പരിശുദ്ധാത്മാഭിഷേകം, കാത്തിരുന്ന് കിട്ടുമെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വിശുദ്ധിയെ തികച്ച് നമ്മളത് പ്രാപിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിയുമ്പോഴത്തേനും പിന്നെ അന്യഭാഷ, അത് കഴിയുമ്പോഴത്തേനും പ്രവചനം, അത് കഴിയുമ്പോഴത്തേനും കൃപാവരങ്ങൾ, രോഗശാന്തി, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഗ്രൂപ്പുകാർ എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അന്ന് പോളിനോട് അവർ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ കേഫാവിന്റെ ഗ്രൂപ്പുകാർ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്നൊക്കെ പറഞ്ഞത്. ഇതാ ഞാൻ പറയുന്നത്, സത്യവചനം വേറൊരിടത്ത് നിൽക്കുക. പോളിനെ ദൈവം കൈക്ക് പിടിച്ച് ഒരിടത്ത് വന്ന് കർത്താവിന്റെ ക്രൂശ് പ്രസംഗിക്കുവാൻ കൊണ്ടുവന്നിരിക്കുക. ആ പോളിനോട് വേറെ ചില ഗ്രൂപ്പുകാർ വന്ന് പറയുക, ഞങ്ങൾ ഇന്നാരുടെ ഗ്രൂപ്പ്, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഗ്രൂപ്പ്, ഞങ്ങൾ പത്രോസിന്റെ ഗ്രൂപ്പ്, ഞങ്ങൾ അപ്പല്ലോസിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വന്നിരിക്കുക. സത്യത്തിൽ പോളിനെ കർത്താവാണ് നടത്തുന്നത്. ഒരു വലിയ വലിയ കൃപായുഗം, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് അന്നുവരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പോളിൽ കൂടെ അത് ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പോളിൽ കൂടെ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിനെ മറയ്ക്കാൻ അതിൻ്റെ കൂടെ പാരലായിട്ട് ഒരു ശക്തി നീക്കുക. അതേത് ശക്തിയാണെന്നറിയാമോ? അതാണ് സാത്താന്യ ശക്തി. അവൻ ഇതിനെ എങ്ങനെ മറയ്ക്കാൻ പറ്റും? ഇതിനെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ സുവിശേഷം കൊണ്ട് മാത്രമേ ഇതിനെ മറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു സംഗതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനതിനെ മറയ്ക്കാൻ പറ്റത്തില്ല, ജനം അത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തത്തുല്യമായ വേറെ ഒരു സുവിശേഷം അവർക്ക് കൊടുത്താലേ അവരെ തൃപ്തിയാക്കി മറയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു വേറൊരു സുവിശേഷം കൊടുത്ത് ഇന്ന് അവരെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാർ, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാർ, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞിട്ട് അവരെ തൃപ്തരാക്കി നിർത്തിയിരിക്കുക. ഇതിനെ അപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ടാ ചോദിക്കുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. എന്തോ ഇവിടെ നടക്കുന്ന ഉപായം എന്നറിയാമോ? ഒരു ചെറിയ ഉപായമാണ്, അതിലാണ് ചതിച്ചേക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഭയങ്കര പള്ളിയും പട്ടക്കാരനും ആരാധനയും എല്ലാ സൗകര്യങ്ങളും, ഇവരൊക്കെ തെറ്റുമെന്ന് നമുക്ക് അതിശയം വരും. അതാണ് ഉപായം എന്ന് പറയുന്നത്. ഈ സത്യം അറിയാതിരിക്കാൻ ഇന്ന് കർത്താവിന്റെ ക്രൂസിലൂടെ മാത്രമാണ് രക്ഷ. ഉലകത്തിന് മുഴുവനും രക്ഷ കിട്ടുന്നത് കർത്താവിന്റെ ക്രൂസിലാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. ഇറ്റ് ഈസ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് സേവ്സ് യു ടുഡേ. വേറെ ഉലകത്തിലുള്ള ഒരു സംഗതിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതിനുവേണ്ടി അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളെ തൻ്റെ തോളിലേറ്റി നമുക്ക് പകരമായി കാൽവറിയിൽ പരമയാഗമായിരിക്കുക. ഒരിക്കലായി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. അതിലെ വിശ്വാസത്താൽ നമ്മളെല്ലാവരും സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നുള്ളൊരു മഹാഭാഗ്യകരമായ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. ഇതാ ഇന്ന് ലോകത്തിന്റെ സുവിശേഷം. ഇത് പ്രസംഗിക്കാതിരിക്കുവാൻ പാരലായിട്ട് ബൈബിളിൽ തന്നെ വേറെ ഉപദേശങ്ങൾ, ഇഷ്ടംപോലെ ഉപദേശം ഇതിനകത്തിലുണ്ട്. വേറൊരു സുവിശേഷം ഇതിനകത്തിൽ നിന്ന് കൊടുത്ത് ആൾക്കാരെ തൃപ്തിപ്പെടുത്തിയിരിക്കുക. ഇതിനാ പോൾ പറഞ്ഞത് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകാതിരിക്കും. ഞാൻ ഈ പറയുന്ന സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയാൽ ഈ ക്ഷുദ്രം നിങ്ങളുടെ ഇടയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ ആ ക്ഷുദ്രത്തിൽ മുങ്ങിപ്പോകും. പിന്നെ ഞാൻ ഈ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിപ്പോകും. അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് യെരുശലേം കൗൺസിൽ ആദ്യം മുതലേ കൂടാൻ നോക്കുന്നത്. പക്ഷെ ഇവിടെ സാത്താൻ കട്ടയ്ക്ക് കട്ട നിൽക്കുക. അവൻ ഓൾറെഡി ഒരു അബദ്ധം പറ്റിയിരിക്കുക. അടുത്ത ഒരു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ വിട്ടേച്ച് മാറിപ്പോകുന്നൊന്നും വിചാരിക്കില്ല നിങ്ങൾ. അവൻ കൂടെ നിൽക്കുക. എങ്ങനെ എഴുത്ത് വലിച്ചു കീറി കളയാൻ പറ്റുമെന്ന് അവൻ നോക്കി നിൽക്കുക. ആ എഴുത്ത് വായിക്കുന്നത് അന്ത്യോക്യയിലും ഗലാത്യയിലും ചില സഭകളിൽ വായിച്ചു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ആ പ്രോബ്ലം ഫിക്സ് ആയി നിങ്ങൾ വിചാരിക്കരുത്. പോളിനെ
കൊലമരത്തിലോട്ട് നടന്ന് അടുക്കുന്ന സമയത്തും തിമത്തിയോട് പറയുന്നത്, തിമത്തി സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചു. ഇത്ര വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ഞാൻ വലിയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നത് ആ ദൈവികത്വം. ഈ സത്യം മനസ്സിലാക്കിയിട്ട് അത് പ്രസംഗിക്കാതെ വേറൊരു സുവിശേഷത്തിന്റെ പുറകെ തമ്പാറടിച്ച് നടക്കുന്നതാ നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നത്? കർത്താവിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വർഗം ചായച്ചിറങ്ങി വന്ന് നമ്മളെ കാണുന്നവന്റെ മുമ്പിലാണ്. നമ്മുടെ തലയിലെ ഓരോ മുടികൾ വരെയും എണ്ണിയിരിക്കുന്നവന്റെ മുമ്പിലാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ചിരുന്നവന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ ഒരു ലോകത്തിലുള്ള ഒരുത്തിനെയും പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടല്ല ദൈവം നമ്മളിവിടെ അയച്ചിരിക്കുന്നത്. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായിട്ട് നിൽക്കണം. അതിനൊരു മഹാഭാഗ്യമാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഇതുപോലൊരു ഭാഗ്യം കിട്ടിയ മനുഷ്യർ വേറെ ഉണ്ടോ എന്ന് എനിക്ക് എൻ്റെ ഭാഗ്യം ഓർക്കുമ്പോൾ എനിക്ക് കാല് നിലത്തുറയ്ക്കത്തില്ല. ഇത്ര വലിയൊരു സുവിശേഷം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അബ്രഹാമിന് അറിയാത്ത, മോശയ്ക്ക് അറിയാത്ത, 12 അപ്പോസ്തലന്മാർക്ക് അറിയാത്ത ഒരു സുവിശേഷം ഈ ലോകത്തിൽ പ്രസിദ്ധമാക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഈ സുവിശേഷമാണ് മറയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ പാരലായിട്ട് വേറൊരു ശക്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ ശക്തിയെ ജയിച്ചിട്ട് ഈ സുവിശേഷം അറിയിക്കാൻ ഒരു ആഗ്രഹമുണ്ടോ? 2025 അങ്ങനത്തെ ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ജനത്തിന്റെ ഇടയിൽ ഒരു ആത്മീക ധൈര്യം ദൈവം പകരുന്ന, ഒരു ആത്മഭാരമുണ്ടാകുന്ന, എല്ലാ പ്രതിസന്ധികളെയും ജെറിഹോവ് സമമായിട്ടുള്ള എല്ലാ വൻമലകളെയും തകർത്തെറിഞ്ഞ് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന യങ്സ്റ്റേഴ്സ് എഴുന്നേൽക്കുന്ന, ഹല്ലേലൂയ, അനേകര ഉത്തരവാദിത്വത്തോടുകൂടി എഴുന്നേറ്റ് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ മരണം വരെ, എൻ്റെ കഴുത്തറുത്ത് കളയെന്ന് പറഞ്ഞാൽ പോലും ഈ സത്യസുവിശേഷത്തിന് വേണ്ടി ഞാൻ നിൽക്കും. പ്രൈസ് ഗോഡ്. കാര്യം എനിക്കറിയാം അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. എൻ്റെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഹല്ലേലൂയ. അത് അത്യുത്തമമല്ലോ. ഈ പ്രോബ്ലത്തെയാ പോൾ ഫേസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കൊരിന്തിൽ അവരോട് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. പോളും ഈ സഭയുടെ ഭാഗമാണ്. പോൾ ഇവിടെ പറയുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ട് മാറി, ഒരു ദല്ലാളായിട്ട് മാറി എന്നിട്ട് സഭയെ യേശുക്രിസ്തുവിനെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കന്യകയെ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ ആ കന്യക ആർക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തോ അവനുമായിട്ടുള്ള ആത്മീക ബന്ധത്തിലായിരിക്കണം. എല്ലാ നിലയിലും അവനായിരിക്കണം അവളുടെ ഡ്രീം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ആൾക്കാരെ തേടി പോവുകയോ വേറെ ജാരന്മാരുടെ പുറകെ പോവുകയല്ല. ഈ ഉദാഹരണമാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം പോൾ അവരോട് പറയുക. അതിൻ്റെ അർത്ഥം നമ്മൾ നിർമ്മല കന്യകയാന്നല്ല, നിങ്ങളെ യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ജനമാണ്. നിങ്ങൾ ആ ഒരു ഏകാഗ്രതയോടും നിർമ്മലതയോടും കർത്താവിന് വേണ്ടി നിൽക്കണം. വേറെ സുവിശേഷത്തിൽ വേറെ യേശുവിൻ്റെ പുറകെ വേറെ ആത്മാവിൻ്റെ പുറകെ പോകരുതെന്ന് പറയുക. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്തെങ്കിലും വാക്യം കേട്ട് കഴിയുമ്പോഴത്തേനും നിർമ്മല കന്യക എന്നൊന്ന് കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ മണവാട്ടി സഭയാണെന്നൊക്കെ അങ്ങ് ഏറ്റെടുത്തേക്ക്. ആ പറയുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുക, വേറൊരു സുവിശേഷം, നിങ്ങൾ വേറൊരു യേശുവിനെ, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവിനെ കാണുമ്പോൾ നിങ്ങൾ അതിന് സ്തോത്രം പറയുന്നു, നിങ്ങൾ അതിൻ്റെ കൂടെ കൂടുന്നു, നിങ്ങൾ അതിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. മനസ്സിലായോ? പോളിൻ്റെ ശുശ്രൂഷ ആരംഭിച്ച കാലം മുതൽ അവസാനം വരെ താൻ ഫേസ് ചെയ്ത ചലഞ്ചായത്. അതിലേക്ക് ജനം പോകുന്ന കാണുമ്പോൾ ഒരു ആത്മാർത്ഥതയുള്ള ദൈവദാസന് എത്രമാത്രം ഹൃദയഭാരം ഉണ്ടാകും. തോമസ് കുട്ടി ബ്രദർ, മനസ്സിലായോ? അതുപോലുള്ളൊരു ആത്മഭാരമാണ് തനിക്കുണ്ടാവുന്നത്. അതാ ഇവിടെ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മളിവിടെ പ്രസംഗിക്കുന്നത്. നമ്മളെ നോക്കിയിട്ട് പറയാം ഇവർ വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നുവെന്ന്. ക്ലിയർ വാദി പ്രതിയായി എന്ന് പറയുന്ന പോലുള്ളൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി ഇവിടം കൊണ്ട് ഇത് തീർന്നോ? ഇവിടം കൊണ്ടും ഇത് തീർന്നില്ല. തൻ്റെ 3-ാമത്തെ മിഷണറി യാത്ര അത് കഴിഞ്ഞു. 3-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് താൻ തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോൾ എഫെസോസ് എന്ന് പറയുന്നത് തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിലെ ഒരു മെയിൻ ഹബ്ബായിരുന്നു,
ഒരു മെയിൻ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എഫസോസ്. അതിന് തൊട്ടടുത്ത മിലത്തോസ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുക. അവിടെ വന്നിട്ട് ഈ എഫസോസിലുള്ളവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരോട് എന്താ പ്രസംഗിക്കുന്നത്? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. 20-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിച്ചാൽ കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 29-ാം അധ്യായം വാക്യം. അവിടെ പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 29-ഉം 30-ഉം വാക്യം. നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. പോൾ പറയുന്ന ഈ കൊടിയ ചെന്നായ്ക്കൾ ആരുടെ കാര്യമാണ് പോൾ ഈ പറയുന്നത്? താൻ ഇതുവരെ ഭയപ്പെട്ടിരുന്ന അങ്ങ് അന്ത്യോക്യയിൽ മുതൽ ആരംഭിച്ച പ്രശ്നം, വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്ന ആ ഗ്രൂപ്പ്, അവരെ കുറിച്ചായി പറയുന്നത്. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് നടന്നു എന്നുള്ളത്? മുഴുവൻ പേരെയും വലിച്ചു കളഞ്ഞു. ഈവൻ പോളിന്റെ കൂടെ നടന്നിരുന്നവരെ വരെ വലിച്ചു കളഞ്ഞു. അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം പോളിനൊരു പരോള് കിട്ടി റോമ ജയിലിൽ കിടക്കുമ്പോൾ. അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ പോൾ പറഞ്ഞ ആശയക്കാരെല്ലാം എന്നെ വിട്ടേച്ചു പോയി. കൂടെ നടന്നവരെ വരെ വലിച്ചു കളഞ്ഞു. അത്ര ഒരു ക്ഷുദ്രമായത്. ഇന്ന് ഈ ക്ഷുദ്രത്തിലാണ് മുങ്ങിയിരിക്കുന്നത്. ഈ ക്ഷുദ്രത്തിൽ നമ്മൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റാൻ ഒരല്പം പാടാ. ഇത് ക്ഷുദ്രമാണ്. അതുപോലത്തെ ക്ഷുദ്രത്തിൽ മുക്കിയിരിക്കുക, സീല് ചെയ്തിരിക്കുക. നമ്മളതുകൊണ്ട് ഒരാളോട് പറയുമ്പോൾ അത് ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട. അതുപോലത്തെ ഒരു ക്ഷുദ്രത്തിലാണ് ഇത് മുങ്ങിയിരിക്കുന്നത്. ആ ക്ഷുദ്രത്തിൽ നിന്ന് പൊട്ടിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയാൽ അവൻ മഹാഭാഗ്യവാനാണെന്ന് വിശ്വസിച്ചാൽ മതി. ഇന്ന് ആ ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സ്ഥലം ആസിയ എന്ന് പറയുന്ന ഒരു സ്ഥലം. ആസിയയുടെ ക്യാപിറ്റലാണ് എഫസോസ് എന്ന് പറയുന്നത്. എഫസോസിന് തൊട്ടടുത്ത് മിലത്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായി പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? ആസിയയിൽ തന്നെ എഴുന്നേക്കും. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഒരു കൗൺസിൽ കൂടിയതിന് അതിന് മറുമരുന്നായിട്ട് 7 കൗൺസിലുകളാണ് കൂടിയത്. ഈ ആസിയ എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ മാപ്പൊക്കെ കാണിച്ചാലേ നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആസിയ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും അതിലെ ഒരു മെയിനായിട്ട് 4 സിറ്റികളാണ്. ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്ന് അതിനെ ഈസ്റ്റാൻബുൾ എന്ന് അറിയപ്പെടുന്നത്. കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി അയാളുടെ പേരിൽ പണി കഴിപ്പിച്ച ഒരു സിറ്റിയാണ് കോൺസ്റ്റാന്റിനോപോലീസ് എന്നാണ് പറയുന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ സിറ്റി എന്നാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സിറ്റി, അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് 3 ക്രിസ്ത്യൻ കൗൺസിലാണ് കൂടിയത്. മനസ്സിലായ? ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ കൗൺസിൽ, 7 എക്യൂമെനിക്കൽ കൗൺസിൽസ് എന്ന് പറയുന്നത് 7 ക്രിസ്ത്യൻ കൗൺസിലുകൾ കൂടിയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ്, ഫൗണ്ടേഷൻസ് നിൽക്കുന്ന 7 സിനഡുകളാണ്. ആ 7 സിനഡുകളിലെ 7 എണ്ണവും കൂടിയിരിക്കുന്നത് ഈ ആസിയയിലാണ്. അതിൽ 3 എണ്ണം കൂടിയിരിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്റർനെറ്റിലേക്ക് അടിച്ചു നോക്കൂ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം അത് ഈ ആസിയയിലെ ഒരു മെയിൻ സ്ഥലമാണ്. അത് കഴിഞ്ഞ് അടുത്തതാണ് ചാൾസ്ഡോൺ എന്ന് പറയുന്ന സ്ഥലം. ചാൾസ്ഡോൺ അതും ആസിയയിൽ തന്നെയാണ്. 2 കൗൺസിൽ അവിടെ കൂടിയേക്കുന്നത്. അത് കഴിഞ്ഞ് 5-ാമത്തെ കൗൺസിൽ, 6-ാമത്തെ കൗൺസിൽ കൂടി ഈ എഫസോസ് കൗൺസിൽ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ 7-ാമത്തെ കൗൺസിൽ കൂടി നൈസിയ. അത് ഞാൻ നിക്കിയ എന്ന് പറയുന്നത്. നിക്കിയ, നമ്മൾ മലയാളത്തിൽ നിക്കിയ എന്ന് പറയും, നൈസിയ. അത് ഞാൻ നിക്കിയ വിശ്വാസ പ്രമാണം കേട്ടിട്ടുണ്ടോ? അന്ന് അവിടെ എടുത്ത തീരുമാനമാണ് നിക്കിയ വിശ്വാസ പ്രമാണം. ഈ 7 കൗൺസിലുകൾ കൂടിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മൾ ഇന്ന് ഈ കാണുന്ന ക്രിസ്ത്യാനിറ്റിയെ ഉറപ്പിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ്. അമേരിക്ക മുതൽ അങ്ങ് ന്യൂസിലാൻഡ് വരെ ഫോളോ ചെയ്യുന്ന ഈ 45,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകൾ ഉറച്ചിരിക്കുന്നത് ഈ 7 കൗൺസിലുകളാണ്. ഒരു കൗൺസിൽ കൂടി അവൻ്റെ പ്രസ്ഥാനത്തെ പൊളിക്കാനായിട്ട് പൗലോസ് നോക്കിയപ്പോൾ 7 കൗൺസിലുകൾ അവനെതിരായിട്ട് കൂടി അവൻ്റെ പ്രസ്ഥാനം വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്ന പ്രസ്ഥാനം അവൻ അരക്കിട്ട് ഉറപ്പിച്ചു. അവൻ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചു. ആ ഉറപ്പിലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്രിസ്ത്യാനികൾ മുഴുവൻ നിൽക്കുന്നത്. ഇതിനെയാണ് നമുക്ക് പൊളിക്കേണ്ടത്. ഇതിനെ പൊളിക്കാനാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്, വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ, സഹോദരന്മാർ, നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മളെ മാറ്റിക്കളയുവാനായിട്ട്. അതുകൊണ്ട് ആ താപ്പോട്ട് വായിച്ചു നോക്കണം. 29-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കണ്ടോ? വിപരീത ഉപദേശമാണോ അവരാ പ്രസ്താവിക്കുന്നത്? മനസ്സിലായോ? നമ്മുടെ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം എവിടെ കിടക്കുന്നു? ഇന്നത്തെ ക്രിസ്ത്യാനി പ്രസംഗിക്കുന്ന ഉപദേശം എവിടെ കിടക്കുന്നു?
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതാ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ പൊന്നു സഹോദര, ഇത് താങ്കളോട് പറഞ്ഞതല്ല. കർത്താവ് ഇവിടെ വന്നു എന്നുള്ളതല്ല താങ്കളുടെ സുവിശേഷം. അത് യഹൂദന്റെ സുവിശേഷം. അവർ അതിനുവേണ്ടി കാത്തിരുന്നവരാണ്. താങ്കൾ യഹൂദനാണെന്നുണ്ടെങ്കിൽ തനിക്കത് ആപ്ലിക്കബിളാണ്. ഉലകത്തിലുള്ള വേറെ ഒരുത്തരുടെ സുവിശേഷം അതല്ല. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. അതാണ് നമ്മുടെ സുവിശേഷം. വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. ഉണർന്നിരിപ്പീൻ. നമ്മളോട് ഓരോരുത്തരോടും ഉള്ള ഒരു ആലോചനയാണ് പൗലോസ് അപ്പോസ്തലന്റെ. ഉണർന്നിരിപ്പീൻ. മോശയുടെ ന്യായപ്രമാണവും പരിച്ഛേദനയും 10 കൽപ്പനയും പൗരോഹിത്യവും പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് നിങ്ങളുടെ അടുക്കൽ വരും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്തൊരു വലിയ 2 ശക്തികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലാക്കുന്നവരാണ് ഇനി ഈ സത്യസുവിശേഷത്തിനായിട്ട് എന്തിനും തയ്യാറായിട്ട് ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഈ സത്യസുവിശേഷത്തെ വിളംബരം ചെയ്യുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ ബലത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആരും ഇറങ്ങിയിരിക്കുന്നത്, നിങ്ങൾ ആരും ഈ മനസ്സിലാക്കുന്ന ഒരു തെറ്റായ ഉപദേശമല്ല. ദിസ് ഈസ് വാട്ട് ദാറ്റ് സേവ്സ് യു ടുഡേ. ഇതാണ് നിങ്ങളെ ഇന്ന് രക്ഷിക്കുന്നത്. ഇത്രയും നാളും ഇത്രയും വർഷത്തിൽ ഇത്രയും വയസ്സിൽ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വെറുതെയാണ്, ചപ്പും ചവറുമാണ്. ദിസ് ഈസ് ദ ട്രൂ ഗോസ്പൽ. അത് ഈ കാലഘട്ടങ്ങളിലെങ്കിലും ഈ പ്രായത്തിലെങ്കിലും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരല്പം കൂടെ ഒക്കെ ഓടാനും ഇത് പറയാനുമുള്ള ധൈര്യവും ആരോഗ്യവും ഉള്ളതുകൊണ്ട് ഞങ്ങളാലാവോളം ഞങ്ങൾ അധ്വാനിക്കുക. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. പൗലോസ് അപ്പോസ്തലന്റെ താൻ ഫേസ് ചെയ്ത പ്രശ്നമാണ് വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് തുടങ്ങിയത് തൻ്റെ അന്ത്യോക്യയിലെ പ്രവർത്തന സമയത്തെ തലപൊക്കിയതാണ്. 15-ാമത്തെ അധ്യായത്തിൽ ജെറുസലേം കൗൺസിൽ കൂടുന്നത് ഈ പ്രോബ്ലത്തെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞു പോകുമ്പോഴും ഇതാ പോൾ പറയുന്നത്, എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ അത് നിങ്ങളുടെ ഇടയിൽ കടക്കും, വിപരീത ഉപദേശവുമായിട്ട് നിങ്ങളുടെ ഇടയിൽ വരും. ഞാനിവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ഞാൻ പോയ ശേഷം ഞാനിവിടെ ഉണ്ടെങ്കിൽ അവരെ അടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ഒരു ആത്മീക ഉത്തരവാദിത്തം കാണിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദിസ് ഈസ് ദ ഗോസ്പൽ. ഇതാണ് ആ സുവിശേഷം. കർത്താവിൻ്റെ ക്രൂശിനെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആരോഗ്യമുള്ളിടത്തോളം കാലം, കാലിന് ബലമുള്ളിടത്തോളം കാലം, തലയ്ക്ക് ബോധമുള്ളിടത്തോളം കാലം ഓടി നടന്ന് അനേകരോട് ഈ സത്യം പറയുവാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തിൽ ഓർപ്പിക്കുക. അതിൻ്റെ പ്രതിഫലം നിങ്ങൾ കാണാൻ പോകുന്ന കർത്താവിൻ്റെ വരവിലാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള ആ പേര്. ഹല്ലേലൂയ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ, സത്യസുവിശേഷത്തെ ഹോണ്ട് ചെയ്യുന്ന, വേട്ടയാടുന്ന ഏറ്റവും വലിയ ശത്രുവാണ്. അവർ നമ്മളെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ വാദി പ്രതിയായിരിക്കുക. ഒരു വിധത്തിലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാകാത്ത രീതിയിൽ ഒരു ക്ഷുദ്രത്തിൽ മുക്കിയിരിക്കുക. ഒരു ക്ഷുദ്രത്തിന്റെ ചെമ്പിനകത്തിൽ ക്ഷുദ്രം നിറച്ച് അതിനകത്തിൽ മുക്കിയെടുത്തിരിക്കുന്ന മാതിരി മുക്കിയിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നമ്മെ ചേർപ്പാൻ വീണ്ടും വരുന്നു. അതേത് സമയത്തുമാകാം. ആ വരവിൽ ഞാൻ ചേർക്കപ്പെടും. എന്നെ അന്നുവരെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ ഉറപ്പിലും ആ ഒരു ധൈര്യത്തിലും അതിലെ ഉറപ്പാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എനിക്കത് അറിയാവുന്നുള്ളതല്ല, അത് അറിഞ്ഞുകൊണ്ടൊരു ഗുണവുമില്ല. അതിലെ ആശ്രയം, അതിലെ പരിപൂർണ ആശ്രയം, അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. അതാണ് ഇന്നത്തെ സുവിശേഷം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ദൈവം പ്രത്യേക കൃപകളെ നിങ്ങൾക്ക് തരട്ടെ. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇവിടെ നിങ്ങൾ ഒരു ബാലികേറാ മലയും കയറണ്ട. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുക. ഇന്ന് അതിലെ അടിപതറാത്ത വിശ്വാസം മാത്രമാണ് നിങ്ങളോട് ചോദിക്കുന്നത്.
കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ദൈവം ലോകത്തിന്റെ പാപങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിലൂടെ തന്നോട് നിരപ്പിച്ചിരിക്കുക. ദിസ് ഈസ് ദ ഗോസ്പൽ. അതിലെ ആഴമായ വിശ്വാസവും അടിപതറാത്ത സമർപ്പണവും ഇതാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു, ഞങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായി പോയിട്ട് വേറെ 12 കൂട്ടം കൂദാശകളും വേറെ പല കർമ്മങ്ങളും ഒക്കെ ചെയ്യാനാ പോകുന്നതെന്നുണ്ടെങ്കിൽ കർത്താവ് ഈ ചെയ്തതിൽ നിങ്ങൾക്കൊരു വിശ്വാസവും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അതിൽ നിങ്ങൾക്ക് ഒരു ആഴമായ ഒരു സമർപ്പണവുമില്ല. സമർപ്പണം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് പോകുന്നേ? അത്ര ആ സമർപ്പണമാണ് ദൈവം നമ്മളിൽ നിന്ന് നോക്കുന്നത്. ആഴമായ ആ ഉറപ്പ്, അറിഞ്ഞ സത്യങ്ങളെ മറ്റുള്ളവരോട് അറിയിക്കാൻ, എല്ലാം തികഞ്ഞതിന് ശേഷം അറിയിക്കാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കൽ അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ തല കുനിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകേണ്ടതായിട്ട് വരും. ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ധൈര്യത്തോട് നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. മറനാഥ